കൂത്തുപറമ്പ് എം.എൽ.എ. KP മോഹനനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 25 പേർക്കെതിരെ കേസെടുത്തു. ചൊക്ലി കരിയാട് അങ്കണവാടി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു എം.എൽ.എക്ക് നേരെയുള്ള കയ്യേറ്റം. എം.എൽ.എക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ LDF കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. സ്വകാര്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നും മലിനജലം ഒഴുകുന്നു എന്നാരോപിച്ച് പ്രതിഷേധിക്കുന്നവരാണ് KP മോഹനൻ MLA-യെ തടഞ്ഞുവെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലെ BJP കോൺഗ്രസ് പ്രവർത്തകരാണ് കയ്യേറ്റത്തിന് മുതിർന്നത്. അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധവും കയ്യേറ്റവും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടതെന്നും ശരിയായ പ്രതിഷേധ രീതിയല്ല കരിയാടുണ്ടായതെന്നും KP മോഹനൻ MLA പറഞ്ഞു. കൈപിടിച്ചു വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കൈപിടിച്ചു വെക്കും, ഞാൻ കൈ തട്ടി മാറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ മുന്നോട്ട് വെച്ച കാല പിന്നോട്ടടിക്കുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ കുറേ ആളുകളെ തള്ളി മാറ്റി ഞാൻ മുന്നോട്ട് പോയി. അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ സ്ത്രീകളും എനിക്കെതിരെ എന്തോ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവണ്ട എന്ന് കരുതി ഞാൻ വേഗം മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. UDF ഭരിക്കുന്ന പാനൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെടുന്ന സ്ഥലത്താണ് മാലിന്യ പ്രശ്നം. നഗരസഭ പരിഹരിക്കേണ്ട പ്രശ്നത്തിലെ പ്രതിഷേധം MLA-ക്കെതിരെ തിരിച്ചുവിടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF ചൂണ്ടിക്കാട്ടി. MLA-ക്ക് നേരെയുണ്ടായ കയ്യേറ്റം ജനാധിപത്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണെന്നും LDF കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാനൂരിൽ LDF പ്രതിഷേധ പ്രകടനം നടത്തി. തീരുമാനമെടുക്കേണ്ടത് പാനൂർ മുനിസിപ്പാലിറ്റിയാണ്. കൈരളി ന്യൂസ്, കണ്ണൂർ.